ഹായ് ഫ്രണ്ട്സ്, വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ഇതുപോലത്തെ ജാക്കറ്റ് സ്റ്റൈൽ ഫ്രോക്കാണ്. അപ്പോൾ അതിന് വേണ്ടത് 1/2 മീറ്റർ ജാക്കറ്റ് തയ്ക്കാനുള്ളൊരു ക്ലോത്തും പിന്നെ ഫ്രോക്കിന് വേണ്ടി 1.5 മീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ജാക്കറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഏജ് വരുന്നത് 4 to 5 ഇയേഴ്സ് ആണ്. ഈ ഒരു ജാക്കറ്റ് നമ്മൾ ഫ്രോക്കായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീതി 5.5 ഇഞ്ചും ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തെ വീതി 3 ഇഞ്ചുമാണ്. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ഒരു 10.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ജാക്കറ്റിൻ്റെയും ലെങ്ത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ തയ്യൽത്തുമ്പ് അടക്കമാണ് 10.5 ഇഞ്ച് വരുന്നത്. ഇനി ഇവിടെ നിന്ന്, അതായത് നെക്കിൻ്റെ മിഡിലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. പിന്നീട് ആ നെക്കിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് പിന്നെ ഈ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് ഇവിടെ നിന്നായിട്ടൊരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ ഒരു സൈഡിലേക്ക് വേണം എല്ലാ മാർക്കിങ്ങും കൊടുക്കേണ്ടത്. ഇനി ഇവിടെ 8 ഇഞ്ചാണ് എൻ്റെ വീതി തയ്യൽത്തുമ്പ് അടക്കം. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക, 4 ഇഞ്ച്. ഈ ഒരു 3 പോയിൻറ്റ്സാണ് ഷേപ്പ് നൽകുന്നത് ആ ജാക്കറ്റിന്. അപ്പോൾ ആ 3 പോയിൻറ്റ്സ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഷേപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യാണ്. ഈ റൈറ്റ് ഭാഗത്ത് കാണുന്നതാണ് ജാക്കറ്റിനുള്ളത്. ബാക്കി ഭാഗം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കട്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഷോൾഡറായിട്ട് അറ്റാച്ച് ചെയ്യും. ബോഡിയും ഷോൾഡർ സൈഡ് ബോഡിയും ഷോൾഡറായിട്ട് നമ്മൾ അറ്റാച്ച് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കിത് തയ്ച്ച് വരുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് റഫായിട്ട് ഇതുപോലെ ഒരു പേപ്പറിലൊന്ന് വരച്ച് നോക്കുക. അതിന് ശേഷം നിങ്ങൾ നല്ല തുണിയിൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് ജാക്കറ്റിൻ്റെ ഫാബ്രിക്കിലേക്ക് ഇതുപോലെ വരച്ചെടുക്കുക. അപ്പം നല്ല വശത്തായിട്ട് വേണം അതുപോലെ വരയ്ക്കേണ്ടത്. ഒരു 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. ഇവിടെ നമ്മൾ ആ ബോഡി പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകും അരഭാഗം. ബാക്കി മടക്കി തയ്ക്കാൻ, ആ ഒരു ഫ്രണ്ട് ജാക്കറ്റിൻ്റെ ആ ഭാഗം മടക്കി തയ്ക്കാനും വേണ്ടി വരും. അപ്പം അങ്ങനെ 1 ഇഞ്ചിൽ തയ്യൽത്തുമ്പ് എടുത്തിട്ട് വേണം നിങ്ങളത് കട്ട് ചെയ്യാൻ. ഇതിപ്പോൾ ഒരു സൈഡിലത്തെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സൈഡും കട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുണീനെ ഇതുപോലെ മറിച്ചിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പീസായിട്ട് ഇതുപോലെ ജാക്കറ്റ് കിട്ടും. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും 10.5 ഇഞ്ചും വീതി ഇവിടെ 8 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറും നെക്കിൻ്റെ വീതിയൊക്കെ അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ വീതി ഞങ്ങൾക്ക് 2 ഇഞ്ചോ 2.5 ഇഞ്ചോ എടുക്കാം. വണ്ണം കുറഞ്ഞ പിള്ളേരാണെങ്കിൽ ഒരു 2 ഇഞ്ച് എടുക്കണമായിരിക്കും നല്ലത്. ഇനി ഇവിടെ നിന്ന് വീതിയാണ് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 5 ഇഞ്ചിലും മാർക്ക് ചെയ്യുക, 5.25 ഇഞ്ചിലും മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 3 ഇഞ്ച് കിട്ടും. അപ്പം അതിൽ നെക്കും ഷോൾഡറും കൈക്കുഴിയും തയ്ച്ചു പോകും. ഇനി ഇവിടെ 5 ഇഞ്ചാണ് ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. ഇനി ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. ഇനി നമുക്കത് താഴത്തേക്ക് ഇവിടുത്തെ വണ്ണം 5.5 ഇഞ്ച് എടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ കൈക്കുഴീൻ്റെ അവിടെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ഇനി ഫ്രണ്ട് ഭാഗത്തെ നെക്കാണ്. അതിൻ്റെ ഇറക്കം ഞാൻ 2.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അത് നമുക്ക് യു ഷേപ്പ് പോലെ കൊടുക്കാം. ഇത് ഫ്രണ്ട് സൈഡാണ്. അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് ഞാൻ സെപ്പറേറ്റ് ആണ് കേട്ടോ കട്ട് ചെയ്യണത്. ബാക്ക് സൈഡിനുള്ള തുണി എടുക്കാം. അത് ഈ ഒരു സെയിം അളവിൽ തന്നെ എടുക്കുകയാണ്.
മടക്കുമ്പോൾ ഒരു ഇഞ്ച് കൂടുതലായിട്ട് എടുത്ത് മടക്കുക. നമ്മൾ ആ ഒരു ഭാഗത്ത് മടങ്ങിയ ഒരു ഭാഗത്തു നിന്ന് ഒരു ഇഞ്ച് കൂടുതൽ എടുക്കണം. അതിന് ഒരു ഇഞ്ച് നീക്കിയിട്ട് വേണം ഈ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കേണ്ടത്. അവിടെ നിന്ന് സിബ് വയ്ക്കണതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ എൻ്റെ മുകളിലായിട്ട് ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ ആ മെഷർമെൻറ്റ്സ് സെയിം ആയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ബാക്ക് നെക്കിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2.5 ഇഞ്ച് തന്നെയാണ് നെക്കിൻ്റെ വീതി. ലെങ്ത്ത് ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് ഫ്രോക്കിൻ്റെ സ്കേർട്ട് ഭാഗമാണ്, അതായത് ചുരുക്കിട്ട് തയ്ക്കുന്ന ഭാഗം. ഇതിൻ്റെ നീളം വരുന്നത് 15.5 ഇഞ്ചാണ്. പ്ലസ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നീളം വരുന്നത് 9.5 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ നമുക്ക് 25 ഇഞ്ചാണ് ടോട്ടൽ ഉടുപ്പിൻ്റെ നീളം വരുന്നത്. ഇതുപോലെ നമ്മളത് മെഷർ ചെയ്തിട്ട് താഴത്തെ പാർട്ട് മുറിച്ചു മാറ്റുക. ഫ്രണ്ട് പോർഷൻ എടുക്കുക. 2.5 ഇഞ്ച് ഫ്രണ്ട് നെക്ക് ഇതുപോലെ വെട്ടിയെടുക്കുക. ബാക്ക് പോർഷനും ഇതുപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ ശേഷം വേണം നമ്മൾ നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 2.5 ഇഞ്ച് തന്നെയാണ്. ഇതുപോലെ യു ഷേപ്പ് കൊടുക്കുക. എന്നിട്ടത് വിട്ടോ. ഇപ്പം നമുക്ക് ഫ്രണ്ടും ബാക്ക് പോർഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ജാക്കറ്റിന് ഇങ്ങനെ തയ്ക്കി നോക്കാം. ഇവിടെ ജാക്കറ്റ് ലൈനിങ് വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ തുണീൻ്റെ നല്ല വശത്ത് വേണം ലൈനിങ് വെച്ച് അതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യണ്ട. ഇതുപോലെ കുഞ്ഞിയം വിട്ട് കൊടുക്കുക. എന്നിട്ടിത് ഉള്ളിലേക്ക് മറിച്ച് ഇടാം. ഇങ്ങനെയായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതതിന് ശേഷം തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ജാക്കറ്റ് ഇതുപോലെ നല്ല വശം ചേർത്ത് വയ്ക്കാം. കൈക്കുഴിയും ജാക്കറ്റിൻ്റെ കൈക്കുഴിയും സെയിം ആയിട്ട് വരണം. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗം വരെ. നെക്ക് ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നില്ല, കൈക്കുഴീൻ്റെ ആ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞു. ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്ന. ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്ത് തയ്ക്കാൻ പോവാം. ഇതിന് നമ്മൾ ലൈനിങ് വെച്ചിരുന്നില്ല. അപ്പം നമ്മൾ ലൈനിങ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തുണീൻ്റെ നല്ല വശത്ത് വേണം ലൈനിങ് വയ്ക്കേണ്ടത്. അതിനുശേഷം ആ നെക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ തയ്ക്കുകയാണ്. നെക്കും കൈക്കുഴിയും ലൈനിങ് വെച്ച് തയ്ച്ചു കൊടുക്കുക. ഈ രണ്ട് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ആ ബാക്കി പോർഷൻ നമ്മൾ വെട്ടാണ്, നെക്കിൻ്റെയും ആ കൈക്കുഴീൻ്റെയും.
ബാക്ക് പോർഷനിൽ നമ്മൾ സിബ് വെച്ചാണ് തയ്ക്കുന്നത്. ഇതുപോലെ തുണീൻ്റെ നല്ല വശത്ത് വേണം ലൈനിങ് വെക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ കൈയും ആം ഹോളും കഴുത്തും തയ്ച്ചു കൊടുക്കുക. ഇതിൻ്റെ മിഡിൽ പോർഷൻ എടുത്ത് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ 1/4 ഇഞ്ച് തയ്ക്കാം. അവിടെ ആയിരിക്കും നമ്മൾ സിബ് ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതുപോലെ ഒരു ചെറിയ വെട്ട് കൊടുക്കുക. അതിനുശേഷം നടുക്കി കൂടെ നമ്മൾ ആ തയ്ച്ചതിൻ്റെ വശത്തിൽ കൂടെ നമ്മൾ ഇതുപോലെ വെട്ടാണ്. ഇനി ഈ തുണി നമ്മൾ മറിച്ചിടുക. 2 പീസും ഇതുപോലെ മറിച്ചിടുക. ഇനി ഇതുപോലെ സിബ് വയ്ക്കുക. സിബിൻ്റെ നല്ല വശത്ത് ഈ തുണി ഇതുപോലെ കൊണ്ടുവന്ന് വയ്ക്കണം. ആ സിബിൻ്റെ അരികത്ത് വേണം നമ്മൾ ഈ തുണി വയ്ക്കേണ്ടത്. ഇതുപോലെ വെച്ച് അതിൻ്റെ അരികത്ത് കൂടെ നമ്മൾ തയ്ച്ചു പോവുക. ഇതുപോലെ സിബ് നമ്മൾ അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അരികത്ത് കൂടെ വേണം നമ്മൾ തയ്ക്കേണ്ടത്. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ ഈ വശം കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിബ് റെഡി ആയി. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതുപോലെ 2 ഫ്രണ്ടും ബാക്കിൻ്റെയും നല്ല വശം ചേർത്ത് പിടിച്ച് 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ തയ്ക്കാം. ഇനി ഈ തുണി നമ്മൾ തിരിച്ചിടുക. ഇപ്പോൾ നമ്മുടെ ജാക്കറ്റ് തയ്ച്ച്. ഇനി നമ്മൾ താഴത്തെ സ്കേർട്ട് പോർഷൻ എങ്ങനെ തയ്ക്കും നോക്കാം. ഇതുപോലെ തുണീൻ്റെ നല്ല വശം എടുക്കുക. അതിനുശേഷം ആ സ്കേർട്ട് പോർഷൻ്റെ ഭാഗവും നല്ലതെടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ആക്കി 1/2 ഇഞ്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇതൊരു പീസാണ് ഫ്രണ്ടിലേക്ക് എടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് ഇതുപോലെ തന്നെ വേറെ പീസ് എടുക്കണം. ബാക്കും ഫ്രണ്ടും നമ്മുടെ സ്കേർട്ട് പോർഷൻ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞു. ഇനി 2 വശം നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതുപോലെ തുണീനെ തിരിച്ചിടുക. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്യുകയാണ്. ആദ്യം കൈക്കുഴിയാണ്. കൈക്കുഴി 4.5 ഇഞ്ച് അടയാളപ്പെടുത്താം. 2 സൈഡിലും ഇതുപോലെ ചെയ്യാം. ചെസ്റ്റ് 1 എടുത്തിരിക്കുന്നത് 10.5 ഇഞ്ചാണ്. 10-11 ഇഞ്ചോ ലൂസ് അനുസരിച്ച് ഇടുക. ഇനി ബോഡി പാർട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 9.5 ഇഞ്ചാണ്. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേസ്റ്റ് 1 ആണ്. അത് ഇതുപോലെ താഴ്ഭാഗം വെച്ച് നോക്കാം. വരുന്നത് 11.5 ഇഞ്ചാണ്. ഈ 2 പോയിന്റ്സും നമ്മൾ ജോയിൻ ചെയ്യാം. ഇനി ഇതിൻ്റെ ഫുൾ ലെങ്ത് എത്ര വരണേ നോക്കാം.
ഷോൾഡർ ഒടുങ്ങി താഴെ വരെ 25 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം സൈഡ് വശം ലൈനിങ്ങും നല്ല തുണിയും എല്ലാം ഒരുമിച്ച് ഒരേപോലെ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഉടുപ്പിൻ്റെ പുറകയിൽ ഒരു കെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കെട്ട് ഇതുപോലെ വൈറ്റ് തുണിയിൽ മടക്കി തയ്ച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ബാക്ക് വശത്ത് ഉള്ളിലായിട്ട് വേണം ആ തുണി വെക്കേണ്ടത്. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഈ തുണി അകത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സൈഡ് വശവും എല്ലാം കഴിഞ്ഞു നമ്മുടെ. ഈ അടിവശം ഇതുപോലെ ടോട്ടൽ ലെങ്ത് 25 വരുന്നത്. മാർക്ക് ചെയ്തിട്ട് അടിവശം ഇതുപോലെ മടക്കി തയ്ക്കാം. ഇപ്പം നമ്മുടെ ജാക്കറ്റ് സ്റ്റൈൽ ഫ്രോക്ക് റെഡി ആയി കഴിഞ്ഞു. ഇവിടെ ഒരു റിബൺ പോലെ വയ്ക്കാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കെട്ടിടാൻ എളുപ്പമുണ്ടാവും. ഒരു ബോയും ഭംഗിക്ക് വെച്ചിട്ടുണ്ട്.